ലഗേജെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് യൂറോപ്പിലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് കാണാനാണ് കേട്ടോ. അതായത് റെയിൻ ഫാൾസ്. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ റെയിൻ ഫാൾസിൻ്റെ വ്യൂ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൈം 12 മണിയായിരുന്നു. പക്ഷെ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 12 മണി കഴിഞ്ഞായിരുന്നു. 12:30 ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ക്യൂവിലെല്ലാം നിന്ന് നേരെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ലക്കുണ്ടായി. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, 12:45 ഒരു ബോട്ടുണ്ട്, ആ ബോട്ടിൽ നിങ്ങൾക്ക് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ട് പിങ്ക് കളറുള്ള ബോട്ടായിരുന്നു. പിങ്ക് കളർ ബോട്ടിൻ്റെ പ്രത്യേകത 30 മിനിറ്റ്സ് വിത്ത് ഓഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പല കളറുള്ള ബോട്ടുകൾ കാണാൻ പറ്റും. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ട്. ഈ ഓരോ കളർ ബോട്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. പിങ്കിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ വിത്ത് 30 മിനിറ്റ്സ് ആണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ ആപ്പിനകത്ത് നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോകുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കിയുള്ള ബോട്ടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഇതിൽ ചിലത് 15 മിനിറ്റ്സ് ട്രാവലാണ്. ചിലത് ഇതുപോലെ തന്നെ നമ്മൾ ഈ റെയിൻ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും 2 സ്റ്റോണിൻ്റെ ഇടയിലാണ്. അപ്പം ഈ സ്റ്റോണിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതിന് 100 എബോവ് സ്റ്റെപ്സ് ഉണ്ട്. നമ്മളതെടുത്തില്ല, കാരണം നമ്മുടെ പാരൻസിന് അത് അത്രയും വില്ലിങ് അല്ലായിരുന്നു. കാരണം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും അവർ പറഞ്ഞു. കാരണം 100 എബോവ് സ്റ്റെപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതെടുത്തില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ 360 ഡിഗ്രിയിൽ ഈ റെയിൻ ഫാൾസ് ഫുൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുകയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ റെയിൻ ഫാൾസിൻ്റെ അടുത്തോടെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് കൂടെ നമ്മൾ ബോട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഫീൽ ഗുഡായിരുന്നു. ക്യൂ ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ മുഖത്തേക്കെല്ലാം വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലവൾക്ക് ഭയങ്കരമായിട്ട് അവളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഓളിടുന്നുണ്ടായിരുന്നു, കൂവുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് ഇത്രയും അടുത്തുനിന്ന് കാണാൻ നല്ല രസമായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പവർഫുള്ളാണെന്നത്. ഇതിലതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ റെയിൻ ഫാൾസിൻ്റെ തൊട്ടടുത്ത് വന്ന് റെയിൻ ഫാൾസ് എക്സ്പ്ലോർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ സ്റ്റോണിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നതെല്ലാം കാണാൻ പറ്റും. അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ നേരെ പോയി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ സുറിഷിലേക്ക് വിടുവാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നമുക്ക് 1 hour ആണുള്ളത്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ സമയമായി. ബൈ ബൈ.